नमस्कार साथियों, एडफिलकेटेड क्लास में आप सभी का स्वागत है। दोस्तों, ഹിന്ദി സാഹിത്യ അതായത് ഹിന്ദി ലിറ്ററേച്ചർ കേറ്ററ്റിലെ സിലബസ് വൈസായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്സാണിത്. ഹിന്ദി ഭാഷ കാ ഇതിഹാസ്, അതിൽ ഉള്ള ഗ്രന്ഥ്, രചന, സാഹിത്യകാർ, അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേറ്ററ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹിന്ദി സാഹിത്യം. ഹിന്ദി സാഹിത്യ जैसा कि हम सब जानते हैं, ഹിന്ദി സാഹിത്യത്തിലെ ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ. ठीक है ना? അതിൽ ഫസ്റ്റ് നമ്മൾ ആദികാൽ പോർഷനിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആദികാൽ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഹിന്ദി സാഹിത്യ ഇതിഹാസ് കി പരമ്പര, എങ്ങനെയാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ പരമ്പര വന്നിരിക്കുന്നതെന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് രചനകളും സാഹിത്യകാരന്മാരുടെ പേരും ഒക്കെ പഠിച്ചു പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആइए हम चर्चा करेंगे ഹിന്ദി സാഹിത്യ ഇതിഹാസ് കി പരമ്പര. ഇതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാഡ്സാദ താഴ്സി. ഗാഡ്സാദ താഴ്സി ആരാണെന്ന് നമ്മൾക്കറിയാം, ഫ്രഞ്ച് വിദ്വാനാണ്. ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ശിവസിംഗ് സേങ്കർ, അദ്ദേഹത്തിൻ്റെ ശിവസിംഗ് സരോജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദേഖിയെ ജോർജ് ഗ്രിയർസൺ, ദ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ, അത് ഡിസ്കസ് ചെയ്യും. ദെൻ മിശ്രബന്ധു ഓം, അവരുടെ മിശ്രബന്ധു വിനോദ്. ഈ മിശ്രബന്ധുവും എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ആരൊക്കെയാണ്, 3 ആളുകളുണ്ട്, അത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അഗല ദേഖേങ്കെ ആചാര്യ രാമചന്ദ്ര ശുക്ല, ദെൻ ഡോക്ടർ രാംകുമാർ വർമ്മ, ഹസാരി പ്രസാദ് ദ്വിവേദി, അങ്ങനെ കുറേ ആചാര്യന്മാരുടെ ബുക്ക്, അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ സാഹിത്യത്തിൻ്റെ രീതികൾ ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. तो हम चर्चा करेंगे. पहला है, प्राप्त जानकारी के अनुसार हिंदी साहित्य के इतिहास लेखन का प्रथम प्रयास. प्राप्त जानकारी के अनुसार हिंदी साहित्य के इतिहास लेखन का प्रथम प्रयास किसने किया है? ഗാഡ്സാദ താഴ്സി ने. ഗാഡ്സാദ താഴ്സി ഒരാളുടെ പേരാണ്, ഗാഡ്സാദ താഴ്സി. ഇവിടെ നമ്മൾ പറഞ്ഞു ഗാഡ്സാദ താഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിദ്വാനാണ്. ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസ് ലേഖനിൽ ഫസ്റ്റ് കാൽവെപ്പ് വെച്ചിരിക്കുന്നത് ആരാണ്? ഗാഡ്സാദ താഴ്സിയാണ്. അദ്ദേഹം ഫ്രഞ്ച് വിദ്വാനാണ്. ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ബുക്കാണ് ഇസ്തവ ദാല ലിറ്ററേറ്റ്യൂർ എന്തോയി യാ ഹിന്ദുസ്ഥാനി. अगला देखेंगे, जिसमें इस्तवा दाला लिटरेचर हिंदवी या हिंदुस्तानी में उर्दू के या हिंदी व उर्दू के अनेक कवियों का विवरण वर्णक्रमानुसार दिया गया है. ഫ്രഞ്ച് വിദ്വാൻ ഗാഡ്സാദ താഴ്സി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹിന്ദി അതേപോലെ ഉറുദു ഭാഷയിലെ കവികളെ കുറിച്ചിട്ടുള്ള വർണ്ണക്രമമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാൽവെപ്പ് നടത്തിയിരിക്കുന്നത് ഗാഡ്സാദ താഴ്സിയാണ്, ഫ്രഞ്ച് വിദ്വാനാണ്. ഇസ്തവാർ ദാല ലിറ്ററേച്ചർ എന്തോയി ഹിന്ദുസ്ഥാനിയാണ്. അത് ഹിന്ദി വ ഉറുദു ഭാഷയിലുള്ള കവിയോം കാ വർണ്ണക്രമാനുസാർ വിവരൻ ദിയാ ഗയാ ഹെ, അതാണ്. നെക്സ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന പ്രകാശൻ, പബ്ലിക്കേഷൻ നടന്നിരിക്കുന്ന പബ്ലിഷ്ഡ് ഇയേഴ്സ് എന്നാണ്. ദേഖെങ്കെ പ്രഥം ഭാഗ്, ഇത് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏത്? ഫ്രഞ്ച് വിദ്വാൻ്റെ ബുക്ക്, രചന. പ്രഥം ഭാഗ് 1839 പബ്ലിഷ് ചെയ്തതാണ്. ഇതിൻ്റെ ദ്വിതീയ ഭാഗിൻ്റെ പഹ്ല സംസ്കരൺ 1849
1847 നടന്നിരിക്കുന്നത്. ദെൻ ദ്വിതീയ സംസ്കരൺ നടന്നിരിക്കുന്നത് 1871. അപ്പോൾ ഈ വർഷം ഓർത്ത് വയ്ക്കണം. ഒന്നുകൂടെ പറയാം. ഈ ബുക്കിൻ്റെ ഇസ്തവാദാല ലിറ്ററേച്ചർ എന്തുയ ഹിന്ദുസ്ഥാനി ഫ്രഞ്ച് വിദ്വാനായ ഗാസാദ താഡ്സിയുടെ ബുക്ക് ഫസ്റ്റ് പ്രകാശനം നടന്നിരിക്കുന്നത് 1839. ദ്വിതീയ ഭാഗമുണ്ട്, അതായത് 2 ഭാഗമായിട്ട് തരംതിരിച്ചതിൽ ദ്വിതീയ ഭാഗിൻ്റെ പബ്ലിഷ്ഡ് ഇയർ ആണ് 1847. ഈ ദ്വിതീയ സംസ്കരൺ വന്നിരിക്കുന്നത് 1871. और अगला देखेंगे गारसादा ताड़सी की परंपरा को आगे बढ़ाया कौन? शिवसिंग सेंगर ने. അദ്ദേഹം എഴുതിയിരിക്കുന്ന പരമ്പര അതിനുശേഷം വന്നിരിക്കുന്ന ആചാര്യ ആരാണ്? ശിവസിംഗ് സേങ്കർ ആണ്. ശിവസിംഗ് സേങ്കർ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ശിവസിംഗ് സരോജ്. 1883 എഴുതിയിരിക്കുന്ന രചനയാണ്. ഓക്കെ, ആദികാലിൻ്റെ സാഹിത്യ ഇതിഹാസ് പരമ്പരയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദി സാഹിത്യത്തിലെ ഫസ്റ്റ് പോർഷനാണ് ഇത്. വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, ഇത് അറിയണം. ഇത് ആദ്യകാലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾക്ക് ഭക്തികാൽ, രീതികാൽ, ആധുനികകാൽ, പ്രഗതിവാദ്, പ്രയോഗവാദ്, നയി കവിത, ഉത്തരാധുനികവാദ് എല്ലാത്തിലേക്കും പോകണമെങ്കിൽ, പോസ്റ്റ് മോഡേണിസം എല്ലാം അറിയണമെങ്കിൽ ആദ്യം ഫസ്റ്റുള്ള സ്റ്റെപ്പ് നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. അതുകൊണ്ട് ഗാസാദ താസിക്ക് ശേഷം വന്നിരിക്കുന്ന ആൾ ശിവസിംഗ് സേങ്കർ ആണ്. എന്നാൽ ഗാസാദ താസി ഫ്രഞ്ച് വിദ്വാനാണെന്നുള്ള കാര്യം മറക്കരുത്. ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ് 1883 അദ്ദേഹത്തിൻ്റെ രചന വരുന്നത്, ആ രചനയുടെ മുന്നേ പറയാം, ഇതിൽ ഏകദേശം 1,000 ഭാഷാ കവിയോം കെ ജീവൻ ചരിത്രമുണ്ട്. പിന്നെ അതേപോലെ അവരുടെ ജന്മ, അവരുടെ രചന, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ശിവസിംഗ് സേങ്കർ ശിവസിംഗ് സരോജ് എന്ന് പറയുന്ന ബുക്കിൽ 1883 എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഒരു എന്താ പറയുക, റിലയബിൾ ആയിട്ട് ഉള്ളൊരു സോഴ്സായി കണക്കാക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വസനീയ നഹി ഹോനേക്കെ കാരൻ ഇസ്ക മഹത്വ് അധിക് നഹി രഹ. ഇത് നല്ലൊരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സായിട്ട് തോന്നാത്തതിനാൽ ഇതാരും അത്ര സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. तो अगला देखेंगे नेक्स्ट क्या है, 1888 വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1883 ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ് പഠിച്ചു. അതിൻ്റെ മുന്നേ ഗാഡ്സാദ താഡ്സി ഇസ്തവാദാല ലിറ്ററേച്ചർ ഫ്രഞ്ച് ഭാഷയിൽ എന്തുയ ഹിന്ദുസ്ഥാനി, ഇത് 3ാമത്തെ കാൽവയ്പ്പാണ്. അതിൽ വരുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കി വിശേഷാംഗ് രൂപമേ വരുന്നതാണ് ജോർജ് ഗ്രിയർസൺ. ജോർജ് ഗ്രിയർസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഭക്തികാലിനെ സ്വർണ്ണ യുഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ജോർജ് ഗ്രിയർസൻ്റെ ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ പത്രികയിലാണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസ് ന ഹോത്തെ ഹുയേ ബി സच्चे अर्थ में हिंदी साहित्य का पहला ഇതിഹാസ് കഹാ ജാ സക്താ ഹെ. ഇത് ശരിക്കും ഇതിഹാസ ഗ്രന്ഥം അല്ലെങ്കിലും ഫസ്റ്റ് ഉള്ള ഒരു കാൽവയ്പിൽ ഹിന്ദി സാഹിത്യത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു മുതൽക്കൂട്ട് എന്ന രീതിയിൽ ഈ ജോർജ് ഗ്രിയർസൻ്റെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൽ വന്നിരിക്കുന്ന മാഗസിനിൽ വന്നിരിക്കുന്ന ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് എന്താ പറയുന്നത്, ഒരു ഹിന്ദി സാഹിത്യക പഹ്ല ഇതിഹാസ്, ഫസ്റ്റത്തെ ഇതിഹാസാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. तो अगला देखेंगे നെക്സ്റ്റ് 4ാമത് വരുന്ന ആളാണ് വെരി ഫേമസ് മിശ്രബന്ധു. മിശ്രബന്ധു എഴുതിയിരിക്കുന്നതാണ് മിശ്രബന്ധു വിനോദ്. എപ്പോഴും മിശ്രബന്ധുവോം എന്നാണ് പറയാറ്, പ്ലൂറലാണല്ലോ മിശ്രബന്ധുവോം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വ്യക്തിയല്ല, 3 വിദ്വാൻമാരാണ്, അതായത് ബ്രദേഴ്സാണ്. ഓക്കെ, അപ്പോൾ മിശ്രബന്ധു ഓം അവരെഴുതിയിരിക്കുന്നതാണ് മിശ്രബന്ധു വിനോദ് എന്ന് പറയുന്ന ബുക്ക്. ഇത് 4
കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത്. 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റിലെ 3 ഭാഗം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1913 ദെൻ 4th വൺ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ 1934 ഫസ്റ്റ് 3 ബുക്കിൻ്റെ, അതായത് ആ ബുക്കിൻ്റെ ഫസ്റ്റ് 3 എഡിഷൻ വന്നിരിക്കുന്നത് 1913 ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് 1934 ആരത്? മിശ്രബന്ധുവോം. അപ്പോൾ ആരാണ് ഈ മിശ്രബന്ധുവോം? അവരുടെ പേര് നമ്മൾക്ക് അറിയണം. അതാരൊക്കെയാണ്? മിശ്രബന്ധു എന്ന് പറഞ്ഞാൽ ഗണേഷ് ബിഹാരി, ശ്യാം ബിഹാരി, ശുക്ദേവ് ബിഹാരി. എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ ഗണേഷ്, ശ്യാം, ശുക്ദേവ്. ഗണേഷ്, ശ്യാം, ശുക് ഇതാണ്. അപ്പോൾ മിശ്രബന്ധുവോം के नाम से 3 सहोदर भाई थे जिनके नाम है गणेश बिहारी, श्याम बिहारी, शुकदेव बिहारी. तो अगला देखेंगे दोस्तों, हिंदी साहित्य इतिहास की परंपरा में सर्वोच्च स्थान आचार्य रामचंद्र शुक्ल द्वारा रचित ഹിന്ദി സാഹിത്യ ഇതിഹാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹിന്ദി സാഹിത്യം പഠിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് റെഫറൻസ് ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആയിരിക്കും, അല്ലെങ്കിൽ നഗേന്ദ്രൻ്റെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആയിരിക്കും. അപ്പോൾ ഈ ബുക്ക് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ ഹിന്ദി സാഹിത്യ ഇതിഹാസിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ൽ ദ്വാര രചിത്. ഇദ്ദേഹം ഒരു ആലോചകമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഹിന്ദി സാഹിത്യ ഇതിഹാസ് 1929 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ഏതിലാണ് വന്നിരിക്കുന്നത്? നാഗരി പ്രചാരണി സഭ ദ്വാര, അതായത് കാശി, അതിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹിന്ദി ശബ്ദസാഗർ എന്ന് പറയുന്ന ഭൂമികയിലാണ് ബുക്കിൻ്റെ. ഓക്കെ, അതിൽ വന്നതാണിത്. हिंदी साहित्य का इतिहास शुक्ल 1929. देन आचार्य शुक्ल के इतिहास लेखन के लगभग 1 शताब्दी के बाद ആര് വരികയാണ്? ശുക്ലിന് ശേഷം, ആചാര്യ രാമചന്ദ്ര ശുക്ലിന് ശേഷം ദെൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ വരികയാണ് ഹിന്ദി സാഹിത്യത്തിലേക്ക്. അതാണ് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി. ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ നമ്മൾക്കറിയാം. ഹിന്ദി സാഹിത്യക്ക് ഭൂമിക അദ്ദേഹം എഴുതിയതാണ്. ദെൻ നെക്സ്റ്റ് ഹിന്ദി സാഹിത്യ ഉദ്ഭവ് ഓർ വികാസ്. ദെൻ തീസറ ഹേ ഹിന്ദി സാഹിത്യ ആദികാൽ. അപ്പോൾ 3 ബുക്ക് ഉണ്ട്. ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ 1929 ഹിന്ദി സാഹിത്യ ഇതിഹാസ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഹിന്ദി സാഹിത്യക്ക് ഭൂമികയുണ്ട്. ദെൻ ഹിന്ദി സാഹിത്യ ഉദ്ഭവ് ഓർ വികാസ്. ദെൻ ഹിന്ദി സാഹിത്യ ആദികാൽ. ആദികാലിനെ കുറിച്ച് മാത്രം, ആൻഷ്യൻ പീരീഡിനെ കുറിച്ച് മാത്രമുള്ള സ്റ്റഡി. तो अगला देखेंगे, आचार्य हजारी प्रसाद द्विवेदी के साथ क्षेत्र में अवतरित होने वाले एक अन्य विद्वान ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി വരുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഹിന്ദി സാഹിത്യത്തിൽ വന്നതിന് ശേഷമാണ് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിജി കാലെടുത്ത് വയ്ക്കുന്നത്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിജി വന്നതിന് ശേഷം വന്ന ഒരു വിദ്വാനാണ് ഡോക്ടർ രാംകുമാർ വർമ്മ. ഡോക്ടർ രാംകുമാർ വർമ്മൻ്റെ ഹിന്ദി സാഹിത്യ ആലോചനാത്മക ഇതിഹാസ്, ആ ഗ്രന്ഥം നമ്മൾക്കറിയാം, അത് പഠിക്കണം, അത് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഹിന്ദി സാഹിത്യ ആലോചനാത്മക ഇതിഹാസ്, അത് ഇവിടെ ഉണ്ട്. ഹിന്ദി സാഹിത്യ ആലോചനാത്മക ഇതിഹാസ് ഇത് 1939, അതായത് ഈസിയും വെച്ച് പറയുകയാണെങ്കിൽ 693 ईस्वी 1693 ईस्वी तक ആണ്. ओके, तो अगला देखेंगे दोस्तों, विभिन्न विद्वानों की सामूहिक सहयोग के आधार पर लिखित ഇതിഹാസ ഗ്രന്ഥോं में ഹിന്ദി സാഹിത്യക്ക് ഉല്ലേഖനീയ സ്ഥാൻ ഹെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗാസാദ തോസി എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് ഇസ്തവാ ദാലാൽ ഇത്രയത്തിൽ എന്തോ ഈ ഹിന്ദുസ്ഥാനി, ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ്, ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെത് നോക്കി ഹിന്ദി സാഹിത്യ ഇതിഹാസ്. ദെൻ ഹിന്ദി സാഹിത്യ ആദികാൽ ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി.
ഡോക്ടർ രാംകുമാർ വർമ്മൻ്റെ ഹിന്ദി സാഹിത്യക ആലോചനാത്മക ഇതിഹാസ്, പിന്നെ ഗ്രിയർ സറിനെ കുറിച്ചത് വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. ഇതെല്ലാം ഓരോ വ്യക്തികൾ എഴുതിയിരിക്കുന്നതാണ്. ഓരോ അവരുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പഠിച്ചത്. ദെൻ യാസെ ദേഖെങ്കെ വിഭിന്ന വിദ്വാനും കുറേ ആചാര്യന്മാരുടെ കൂട്ടായ്മയിൽ എഴുതിയിരിക്കുന്ന ഇതിഹാസ ഗ്രന്ഥാണ് हिंदी साहित्य. हिंदी साहित्य तो विभिन्न विद्वानों की सामूहिक सहयोग के आधार पर लिखित इतिहास ग्रंथों में हिंदी साहित्य भी उल्लेखनीय स्थान है. അതിൻ്റെ എഡിറ്റർ ആരായിരുന്നു? ഹിന്ദി സാഹിത്യ എഴുതിയിരിക്കുന്നത്, ഹിന്ദി സാഹിത്യത്തിൻ്റെ എഡിറ്റർ ആരാണ്? ഡോക്ടർ ധീരേന്ദ്ര വർമ്മ. ഡോക്ടർ ധീരേന്ദ്ര വർമ്മ. ठीक है. അപ്പോൾ ഒരു പോയിന്റ് എന്താണ്? ഹിന്ദി സാഹിത്യൻ്റെ സമ്പാദക ആരാണ്? ഡോക്ടർ ധീരേന്ദ്ര വർമ്മ. ഇത് വിഭിന്ന വിദ്വാനോं की सामूहिक सहयोग से लिखे गए ग्रंथ है. ठीक है. तो अगला देखेंगे ഈ ഇതിഹാസ ഗ്രന്ഥ്, അതായത് ധീരേന്ദ്ര വർമ്മ എഴുതിയിരിക്കുന്ന ഹിന്ദി സാഹിത്യം എന്ന് പറയുന്ന ഇതിഹാസിൽ, അതായത് ബുക്കിൽ വരുന്ന കാറ്റഗറൈസേഷൻ എന്തൊക്കെയാണെന്നാണ്. അത് നമുക്ക് നോക്കാം. इसमें संपूर्ण हिंदी साहित्य को 3 कालों में विभाजित किया गया है. സമ്പൂർണ്ണ എല്ലാ ഹിന്ദി സാഹിത്യത്തിനെയും കൂടെ 3 വിഭാജനാണ് നടത്തിയിട്ടുള്ളത്. അതാണ് ആദികാൽ, ആൻഷ്യൻ പീരീഡ്, മധ്യകാൽ, മിഡീവൽ പീരീഡ്, ആൻഡ് ദെൻ ആധുനികാൽ, മോഡേൺ പീരീഡ്. ഇതിനൊക്കെ ഓരോ വിദ്വാൻമാരും ആദികാലിന് അവരുടെ പിന്നെ ഗ്രന്ഥങ്ങളിൽ ആദികാലിന് വേറെ പേരുകളും നാമകരൺ, വിഭാജൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വർഷങ്ങൾ വരെ വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആരുടെയാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്? ഹിന്ദി സാഹിത്യത്തിൽ 1929 എഴുതിയിരിക്കുന്ന ആചാര്യ രാംചന്ദ്ര ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യക ഇതിഹാസിൻ്റെ ആധാരപ്പറിലാണ് എല്ലാ സ്റ്റഡിയും നമ്മൾ നടത്തുന്നത്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതിൽ വരുന്നത് ഹിന്ദി സാഹിത്യ ധീരേന്ദ്ര വർമ്മ കുറേ ആചാര്യന്മാരുടെ सहयोग से लिखा गया ग्रंथ है जिसमें संपूर्ण इतिहास साहित्य को 3 कालों में वर्गीकृत किया गया है, जिसमें प्रथम है आदिकाल, भक्तिकाल, आदिकाल मध्यकाल. भक्तिकाल माने मध्यकाल के अंतर्गत आने वाले हैं. ठीक है ना. उसके बाद आधुनिक काल. इसमें विभक्त करते हुए प्रत्येक काल की काव्य परंपराओं का विवरण अविच्छिन्न रूप में प्रस्तुत किए गए हैं. तो अगला देखेंगे इम्पोर्टेंट ആയിട്ടുള്ള കുറച്ച് ബുക്സ്. അത് എഴുതിയിരിക്കുന്ന ഓഥർ डॉक्टर भागीरथ मिश्र, हिंदी काव्यशास्त्र का इतिहास. हिंदी काव्यशास्त्र का इतिहास का लेखक कौन है? डॉक्टर भागीरथ मिश्र. 1 पॉइंट. देन अगला देखेंगे डॉक्टर नगेंद्र की रीति काव्य की भूमिका. डॉक्टर नगेंद्र की रीति काव्य की भूमिका. डॉक्टर नगेंद्र എഴുതിയിട്ടുണ്ട് ഹിന്ദി സാഹിത്യക ഇതിഹാസ്. രാമചന്ദ്ര ശുക്ല എഴുതിയതുപോലെ ഹിന്ദി സാഹിത്യക ഇതിഹാസ് ഡോക്ടർ നഗേന്ദ്രും എഴുതിയിട്ടുണ്ട്. देन डॉक्टर विजेंद्र स्नाद का राधा वल्लभ संप्रदाय सिद्धांत और साहित्य. अगला है श्री विश्वनाथ प्रसाद मिश्र का हिंदी साहित्य का अतीत. വിശ്വനാഥ് പ്രസാദ് മിശ്രനെ നമ്മൾക്കറിയാം. വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് രീതികാലിനെ 3 തരംതിരിച്ചിരിക്കുന്നത്. രീതിബദ്ധ്, രീതി സിദ്ധ്, രീതി മുക്ത്. ठीक है. ये सब हम बहुत जानकारी से पढ़ेंगे, लेकिन इधर तो ये देखना ज़रूरी है श्री विश्वनाथ प्रसाद मिश्र का एक साहित्य ग्रंथ है हिंदी साहित्य का अतीत. और अगला है श्री चंद्रकांता वाली का पंजाब प्रांतीय हिंदी साहित्य का इतिहास. दोस्तों अगला देखेंगे डॉक्टर टीकम सिंह तोमर. टीकम सिंह तोमर का एक इतिहास ग्रंथ है हिंदी वीर काव्य. हिंदी वीर काव्य बहुत इम्पोर्टेंट है ये बुक. और अगला देखेंगे डॉक्टर मोतीलाल मेनारिया. डॉक्टर मोतीलाल मेनारिया कृत राजस्थानी भाषा और साहित्य और राजस्थानी
പിംഗൽ സാഹിത്യ. ഈ പിംഗൽ എന്താണെന്നും ഡിംഗൽ എന്താണെന്നും ഈ രാജസ്ഥാനി ഭാഷ എങ്ങനെയാണെന്നും പിംഗൽ ഏത് ശൈലിയിലാണ് യൂസ് ചെയ്യുന്നതെന്നും ഡിംഗൽ ഏത് കാവ്യം എഴുതുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ പിംഗൽ സാഹിത്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ മോത്തിലാൽ മേനാരിയ എഴുതിയിരിക്കുന്നത്. ശരിക്കും പിംഗൽ ഭാഷ യൂസ് ചെയ്തിരിക്കുന്നത് ശൃംഗാർ വർണ്ണൻ വേണ്ടിയിട്ടാണ്. ശൃംഗാർ വർണ്ണൻ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ രാസോ സാഹിത്യ അതായത് രാസോ കാവ്യ ദർബാർ കവികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കും. ठीक है. अगला देखेंगे डॉक्टर नलिन विलोचन शर्मा द्वारा लिखित हिंदी साहित्य का इतिहास दर्शन. नलिन विलोचन शर्मा द्वारा लिखित हिंदी साहित्य का इतिहास दर्शन. दोस्तों अगला है वेरी इंपॉर्टेंट डॉक्टर सियाराम तिवारी का मध्यकालीन खंडकाव्य. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മധ്യകാലീൻ ഖണ്ഡകാവ്യ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹിന്ദി സാഹിത്യേതിഹാസ് പരമ്പരയെക്കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി സാഹിത്യത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെച്ചു. സോ ഇതിൽ നിന്നാണ് നമ്മൾ ആദ്യകാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാലിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഗാസാദ താസി എന്ന് പറയുന്ന ഫ്രഞ്ച് വിദ്വാൻ ദി സവാൽ ദാല ലിറ്ററേച്ചർ എന്തുയ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. പക്ഷെ അതത്ര എന്താ പറയുന്നത്, അതൊരു വലിയൊരു ഇതിഹാസ ഗ്രന്ഥമായിട്ട് ആരും എടുത്തിട്ടില്ല. ദെൻ അതേപോലെ ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ്, then George Grierson the vernacular literature of Hindustan, then മിശ്രബന്ധു ദ്വാരാ ലിഖിത് മിശ്രബന്ധു ബിനോദ്. ഈ മിശ്രബന്ധു എന്ന് പറയുന്നത് ബായി ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. ദെൻ ആചാര്യ രാമചന്ദ്ര ശുക്ല ദ്വാരാ രചിത് ഹിന്ദി സാഹിത്യ. ഓക്കെ. ദെൻ ഹിന്ദി സാഹിത്യ का इतिहास आचार्य रामचंद्र शुक्ल, डॉक्टर रामकुमार वर्मिൻ്റെ ഹിന്ദി സാഹിത്യ का ആലോചനാത്മക ഇതിഹാസ്. ബാക്കി ഹസാരി പ്രസാദ് ദ്വിവേദി അതേപോലെ ഒത്തിരി വിദ്വാൻമാരുടെ ഇതിഹാസ ഗ്രന്ഥ പേരുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം ആദ്യകാലിലേക്ക് നമ്മൾ കേറ്ററ്റിൻ്റെ സിലബസ് വൈസ് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ആദ്യകാലീൻ സാഹിത്യം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതുവരേക്കും എല്ലാവരും ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. देन अगले कक्षा से हम शुरू करेंगे आदिकाल. सभी को धन्यवाद.